നേതാക്കളുടെ പരസ്യ തിരുത്തലുകൾക്കും സമരാഗ്നി വേദിയായി. സമരാഗ്നി വേദിയിലെ ആളൊഴിഞ്ഞ കസേരകളിൽ നീരസം പ്രകടിപ്പിച്ച KPCC അധ്യക്ഷന്റെ പ്രതിപക്ഷ നേതാവ് പരസ്യമായി തിരുത്തി. പ്രവർത്തകർ ചെയ്തത് ശരിയായില്ലെന്ന് K സുധാകരനും കൊടും ചൂടിൽ 3 മണി മുതൽ കാത്തിരിക്കുന്നവർ 8 മണിക്ക് പോയതിൽ തെറ്റില്ലെന്ന് VD സതീശനും പറഞ്ഞു. ഇതിനിടെ ദേശീയഗാനം തെറ്റിച്ചു പാടിയ DCC അധ്യക്ഷൻ പാലോട് രവിയെ തിരുത്താൻ T സിദ്ദിഖും രംഗത്തെത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് തുടങ്ങിയ റോഡ് ഷോ വലിയ ആൾക്കൂട്ടമായി പുത്തരിക്കണ്ടം മൈതാനം നിറഞ്ഞു കവിഞ്ഞ ജനക്കൂട്ടം. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ഉദ്ഘാടന പ്രസംഗവും പ്രവർത്തക സമിതി അംഗം സച്ചിൻ പൈലറ്റിന്റെ പ്രസംഗവും കഴിഞ്ഞതോടെ അണികൾ സദസ്സ് വിട്ടു. ഒടുവിൽ KPCC അധ്യക്ഷൻ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോഴേക്കും സദസ്സിലെ കസേരകൾ മുക്കാലും ഒഴിഞ്ഞ അവസ്ഥ. അതൃപ്തി പരസ്യമാക്കി K സുധാകരൻ. നമ്മൾ വലിയ കെട്ടിഘോഷിച്ചിട്ട് വലിയ സമ്മേളനങ്ങൾ നടത്തും. ആ സമ്മേളനങ്ങളിൽ രണ്ടാൾ പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ആള് പോകാൻ തുടങ്ങും. നേരത്തെ ഈ കസേരയെല്ലാം കാലിയാ. എന്തിനാ ഇത്രയും വലിയൊരു പൊതുയോഗം, ഇത്ര വലിയ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചിട്ട് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ വരുന്നു? ഇതിലൊന്നും വിഷമിക്കേണ്ട പ്രസിഡന്റ് എന്ന് പറഞ്ഞെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരസ്യമായി K സുധാകരനെ തിരുത്താനും മറന്നില്ല. പക്ഷേ പ്രസിഡന്റ് 3 മണിക്ക് കൊടും ചൂടിൽ വന്ന പാവപ്പെട്ട പ്രവർത്തകരാണ് ഇവിടെയുള്ളത്. പിന്നെ കോൺഗ്രസിനൊരു വലിയ ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. ഇന്നൊരു സമാപനമായപ്പോൾ എല്ലാവരും ഈ ജാഥയുടെ സമാപനത്തെ അനുഗ്രഹിക്കാൻ വന്നു. 12 പേര് പ്രസംഗിച്ചു കഴിഞ്ഞു. 13ാമതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സ്വാഭാവികമായിട്ട് ചൂടിൽ ഇരിക്കാനൊക്കെ ആളുകൾക്ക് പാടാതുകൊണ്ടാണ്. നേതാക്കൾക്കിടയിലെ ഭിന്നസ്വരം ഒരിക്കൽ കൂടി വെളിവാകുന്ന വേദിയായി സമരാഗ്നി സമാപനം മാറി. ഇതിനിടെ ദേശീയഗാനം തെറ്റിച്ചു പാടി DCC പ്രസിഡന്റ് പാലോട് രവിയും എത്തി. മൈക്കിലൂടെ തെറ്റായി പാടിയ പാലോട് രവിയെ തിരുത്തിയത് T സിദ്ദിഖ് MLA. പതിവ് പോലെ ഗംഭീരമായി തുടങ്ങി ഒടുവിൽ വിവാദത്തിൽ തന്നെ അവസാനിച്ചു സമരാഗ്നി സമാപനവും. റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.